അന്തം വിട്ടുള്ള ഉത്തരവാദിത്വം. ഞാൻ ഒന്നും ചെയ്യില്ല. 2 ദിവസം മുറി കൂട്ടി. ഹലോ, അങ്ങനെ ഇന്നത്തെ ഉപ്പും മുളകും പുതിയ പ്രമോല് നമ്മുടെ ലച്ചു ആകെ കട്ടക്കലിപ്പിൽ ഇങ്ങനെ നടക്കും കേട്ടോ. എന്താ കാര്യം എന്നുള്ളത് ആർക്കും പിടികിട്ടുന്നില്ല. അപ്പൊ ലച്ചുവിന്റെ ഈ ഒരു കട്ടക്കലിപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഭവാനി ഉമ്മയും കനകാന്റിയും കൂടി പുറത്ത് എവിടെയോ പറമ്പിൽ പോയി ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. സിദ്ധു അളിയനാണ് ഇപ്പോൾ എല്ലാ പ്രഹരവും ഏൽക്കുന്നത്. നമ്മുടെ സിദ്ധുവിനെ നമ്മുടെ തലങ്ങോണി കൊണ്ട് നമ്മുടെ ലച്ചു തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് അമ്മൂമ്മേ കനകാന്റി എന്ന് പറഞ്ഞ് വിളിച്ചു കൂകി പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ഇവരുടെ കണ്ണിൽ പെടുന്നുണ്ട്. നമ്മുടെ ഭവാനി ഉമ്മയും കനകാന്റിയും നമ്മുടെ ലച്ചുവിന്റെ കണ്ണിൽ പെടുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ സിദ്ധുവും ഗൗരിയും ഓടി പോകട്ടോ. എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ അവരുടെ അടുത്തേക്ക് പോകുന്നേ, ഭവാനി അമ്മൂമ്മനെ കാണാൻ പോകുന്നേ എന്നറിയാൻ വേണ്ടി ഓടിപ്പോകും. അപ്പൊ നമ്മുടെ ലച്ചു വന്നിട്ട് ഭവാനി അമ്മൂമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മൂമ്മനെ ഞാൻ ഒന്നും ചെയ്യൂല, 2 ദിവസം ഞാൻ മുറിയിൽ പൂട്ടിയിടും, വാ കാണിച്ചു തരാം, എക്കത്തിനെ ഞാൻ കാണിച്ചു തരാം, എല്ലാം നടക്ക് എന്നും പറഞ്ഞിട്ട് ഒരു വടിയും കൊണ്ട് എക്കത്തിനെയും ഓടിച്ച് നമ്മുടെ പാറമട വീടിന്റെ ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ ലച്ചുവിന് സംഭവിച്ചിട്ടുണ്ടാകുക അല്ലെ? സിദ്ധുവളിന് എങ്ങനെ നമ്മുടെ ലച്ചുവിന് ഇനി നോർമലാക്കും അല്ലെ? കൂട്ടുകാരെ കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.